ബീഹാറിലെ ഗ്രാമങ്ങൾ മുതൽ ബാംഗ്ലൂരിലെ ഫ്ലാറ്റുകൾ മുതൽ കേരളത്തിലെ ഓരോ വീടുകളിലുള്ള എല്ലാ മാതാപിതാക്കൾക്കും ഒരു സ്വപ്നമുണ്ട്, തൻ്റെ മകനോ മകളോ ഡോക്ടറായി കാണണമെന്ന്. അത് മകനോടോ മകളോടോ ഉള്ള ഇഷ്ടം കൊണ്ടല്ല. ഡോക്ടർ ആവുമ്പോൾ സമൂഹത്തിൽ കിട്ടുന്ന പദവി, പേര്, പണം, ജീവിതത്തിന്റെ സുരക്ഷ ഇതെല്ലാം കണക്കിലെടുത്താണ് സ്വന്തം മകനോ മകൾക്കോ അതിഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ഒട്ടും പരിഗണിക്കാതെ അവർ കുട്ടികളെ നീറ്റ് പരീക്ഷയ്ക്ക് തള്ളിവിടുന്നത്. പക്ഷേ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ തുടർച്ചയായി ലീക്ക് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ശരിക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്: ശരിക്ക് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ നീറ്റ് പരീക്ഷ ആവശ്യമാണോ? അതോ നീറ്റിന് മുമ്പുള്ള ഒരു സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നീറ്റിന്റെ പിന്നിൽ നടക്കുന്ന കള്ളക്കളികൾ? പാലയിലും മറ്റും കയ്യിലില്ലാത്ത കാശ് മുടക്കി കുട്ടികളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും കാണേണ്ട വീഡിയോ. ഓരോ വർഷവും 10-24 ലക്ഷം കുട്ടികൾ എഴുതുന്ന നീറ്റ് പരീക്ഷയിൽ വിജയ ശതമാനം വെറും 6% താഴെയാണ്. 1,40,000 കുട്ടികളോ മറ്റോ ആണ് ഓരോ വർഷവും വിജയിച്ചു പോകുന്നത്. ആ കണക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് നീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിലെ സ്ഥിതി എന്തായിരുന്നു എന്ന് നോക്കാം. 2013 മുമ്പ് ഇന്ത്യയിലെ ഒരു കുട്ടിക്ക് ഡോക്ടർ ആകണമെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു. കേരളത്തിനൊന്ന്, തമിഴ്നാടിനൊന്ന്, കർണാടകയ്ക്കൊന്ന്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നമുക്ക് അപേക്ഷ കൊടുക്കാം, ഒന്നിലധികം പരീക്ഷകൾ എഴുതാം. ഏതെങ്കിലും പരീക്ഷയിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ സിസ്റ്റം വളരെ സങ്കീർണമായിരുന്നു. അങ്ങനെയാണ് 2013 നീറ്റ് വരുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരൊറ്റ പരീക്ഷ, എല്ലാവരെയും തുല്യമായ അളവുകോൽ വെച്ച് അളന്ന് ആർക്കാണോ യോഗ്യതയുള്ളത് അത് നിശ്ചയിക്കുന്ന പരീക്ഷ. പക്ഷെ അതിന്റെ പിന്നാലെ വന്നു തുടങ്ങി പ്രശ്നങ്ങൾ. 6% താഴെ മാത്രം കുട്ടികൾ വിജയിക്കുന്ന ഒരു പരീക്ഷയായതുകൊണ്ട് ഇവിടെ ഒരു വ്യവസായം കൂടിയാണ് ആരംഭിച്ചത്. കുട്ടികൾക്ക് ഡോക്ടർ ആകണമോ എന്ന് ചിന്തിക്കുന്ന വ്യവസായമല്ല, ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നും എത്ര പൈസ ഊറ്റിയെടുക്കാൻ പറ്റും എന്നാലോചിക്കുന്ന ഒരു വ്യവസായം. നീറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വ്യവസായം. നീറ്റ് കോച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾക്ക് ഓർമ്മ വരിക രാജസ്ഥാനിലെ കോട്ട എന്ന നഗരമാണ്. അതിന് കാരണമുണ്ട്. ഏകദേശം 10 ലക്ഷം ആളുകൾ താമസിക്കുന്ന കോട്ട ഇന്ത്യയുടെ കോച്ചിങ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ്. ഓരോ വർഷവും ഏകദേശം 2.5 ലക്ഷം വിദ്യാർത്ഥികൾ, അധികവും 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവർ, കുടുംബങ്ങളെ വിട്ടുപിരിഞ്ഞ് കോട്ടയിലേക്ക് പോകും. അവർ ചെറിയ വാടക മുറികളിൽ താമസിക്കുന്നു. 1 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ ഫീസ് ഈടാക്കുന്ന കോച്ചിങ് സ്ഥാപനങ്ങളിൽ ചേർന്ന് പഠിക്കുന്നു. ദിവസവും 16 മുതൽ 18 മണിക്കൂർ വരെ പഠനം. ആഴ്ചയിൽ 7 ദിവസം. ശ്വാസം വിടാൻ പോലും സമ്മതിക്കാതെ, ജീവിക്കാനുള്ള നേരമില്ലാതെയാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. അല്ലൻ, റെസൊണൻസ്, ബൻസാൽ, ഈ വൻകിട പേരുകൾ ശരിക്ക് കോച്ചിങ് വിദ്യാലയങ്ങളല്ല, പകരം ഫാക്ടറികളാണെന്ന് പറയാം. ഇന്ത്യയിലെ കോച്ചിങ് വ്യവസായം ഇപ്പോൾ ഏകദേശം 40,000 കോടി രൂപ മൂല്യമുള്ളതാണ്. വളർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. പക്ഷേ ഈ ദുസ്വപ്നം നേരിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ കോട്ടയിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ഒരു നഗരത്തിൽ പോയാൽ മതി. ആ നഗരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം, അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ. ഇനി ആ സ്ഥാപനം മാത്രമല്ല, അതുകൂടാതെ IPO കൃത്യം ലക്ഷ്യമാക്കിയിട്ട് തുടങ്ങിയ മറ്റൊരു കോച്ചിങ് സെന്ററുമുണ്ട്. വളരെ ഫാൻസി നെയിം വെച്ചിട്ട് നമ്മൾ കാറിലും ബസ്സിലൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ കാണാം അവരുടെ വലിയ ബോർഡും കാര്യങ്ങളൊക്കെ. അത്രത്തോളം പൈസ അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് പകരം കിട്ടുന്നതോ ക്രൂരമായ ദിനചര്യയാണ്. കുട്ടികൾ ആഴ്ചയിൽ 6 അല്ലെങ്കിൽ 7 ദിവസം ക്ലാസ്സിൽ ഹാജരാകണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നൊന്നായി ക്ലാസ്സുകളായിരിക്കും. മിക്കവാറും ദിവസവും ക്ലാസ് പരീക്ഷകൾ ഉണ്ടാകും. റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും. എന്ന് വെച്ചാൽ ആ പ്രഷർ അവർ വളരെ കാര്യക്ഷമമായി നിലനിർത്തും. ന്യായമായി പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ ഫലം കാണിക്കുന്നുമുണ്ട്. ചില വിദ്യാർത്ഥികൾ ഉയർന്ന റാങ്കോടെ നീറ്റ് ജയിക്കുന്നുണ്ട്. പക്ഷെ ചോദ്യം എപ്പോഴും ഒന്ന് തന്നെ: എന്ത് വില കൊടുത്തും 16-ഉം 17-ഉം വയസ്സിൽ ഈ സ്ഥാപനങ്ങളിൽ ചേരുന്ന കുട്ടികൾ പറയുന്നത് 2 വർഷത്തെ പൂർണ്ണമായ സാമൂഹ്യ ഒറ്റപ്പെടലിന്റെ കഥയാണ്. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, സ്ഥാപനം നിശ്ചയിക്കുന്ന സമയത്ത് മാത്രമേ ഇടവേളകളുള്ളൂ, അപ്പോൾ മാത്രമേ മാതാപിതാക്കൾ അവരെ സന്ദർശിക്കാൻ പാടുള്ളൂ. ഇനി ഇല്ലാത്ത ലക്ഷങ്ങൾ ഉണ്ടാക്കി ഫീസ് കൊടുക്കുന്ന മാതാപിതാക്കൾക്കും ഇതൊരു അഭിമാന പ്രശ്നമാണ്. മോൻ അല്ലെങ്കിൽ മോൾ എവിടെയാണ് പഠിക്കുന്നത്? കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ കോച്ചിങ് സെന്ററിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നീറ്റ് കിട്ടില്ല, ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. അവനല്ലെങ്കിൽ അവൾ എന്തായാലും ഇപ്രാവശ്യം നേടിയെടുക്കും. ആളുകൾക്ക് അഭിമാനം പറയണം. പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ അവിടെ പോകുന്ന കുട്ടികളാണ് കൂടുതലും സമ്മർദ്ദത്തിൽപ്പെട്ട് വലയുന്നത്. കേരളത്തിൽ നീറ്റ് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളിൽ വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന കേസുകളുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് അധികം ആരും സംസാരിക്കുന്നില്ല. മാതാപിതാക്കൾ തന്നെയാണ് ഇല്ലാത്ത കാശ് മുടക്കി കുട്ടികളെ ഈ നെരിപ്പോടിലേക്ക് തള്ളിവിടുന്നത്. ഇനി ഈ സംവിധാനം ഉണ്ടാക്കിയ ഫലങ്ങളിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കുകൾ വഴി കുട്ടികളുടെ 2-3-4 വർഷങ്ങളിലെ അധ്വാനത്തെ ഇല്ലാതാക്കുന്ന പ്രക്രിയ 2024 തുടങ്ങാം.
2024 മെയ് 5-ന് ഇന്ത്യ മൊത്തം 24 ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റിനെഴുതും. ബീഹാറിലെ പാറ്റ്നയിൽ പരീക്ഷ ആരംഭിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ഒരു വിസിൽ ബ്ലോവർ പോലീസിനെ വിളിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ 13 പേർ അറസ്റ്റിലായി. ഒരു ദല്ലാൾ ഒരു ദിവസം മുമ്പ് ചോദ്യക്കടലാസ് സൂക്ഷിക്കുകയും 30 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ കൊടുത്ത 4 വിദ്യാർത്ഥികൾക്ക് നൽകിയതും ഉൾപ്പെടെ ആരോപണങ്ങൾ ഉയർന്നു. ഗുജറാത്തിലെ ഗോദ്രയിൽ പരീക്ഷാ കേന്ദ്രത്തിലെ ഉപചുമതലക്കാരൻ കൂടിയായ ഒരു അധ്യാപകൻ കാറിൽ 7 ലക്ഷം രൂപയുമായി പിടിക്കപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിക്കും 10 ലക്ഷം രൂപ വാങ്ങി അയാൾ ഉത്തരക്കടലാസ് എഴുതി കൊടുത്തിരുന്നു അത്രേ. പിന്നെ വന്ന ഫലത്തിൽ ഗണിതശാസ്ത്രപരമായി അസാധ്യമായ കണക്കുകളാണ് വന്നത്. 2020 ഒരു വിദ്യാർത്ഥി 720-ൽ 720 നേടി. 2021 2 പേർ, 2022 3 പേർ, 23 2 പേർ, 24 67 വിദ്യാർത്ഥികളാണ് 720 നേടിയത്. ഹരിയാനയിലെ ഒരേ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് 6 ഉന്നതർ വന്നു. നീറ്റിന്റെ മാർക്കിംഗ് രീതി അനുസരിച്ച് 718, 719 മാർക്കുകൾ കിട്ടുക അസാധ്യമാണ്. പക്ഷെ പല വിദ്യാർത്ഥികൾക്കും ആ മാർക്കുകളാണ് കിട്ടിയത്. കുറഞ്ഞത് 155 വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർച്ചയിൽ നിന്ന് ഗുണം കണ്ടെത്തിയെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. CBI ഇടപെട്ടു. സർക്കാർ പറഞ്ഞു ഇനി ഒരിക്കലും നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോരുകയില്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് ഫൈനൽ ഡൺ. പക്ഷെ 2026 മെയിലും ഇതേ കാര്യം തന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. 2026 മെയ് 3-നാണ് നീറ്റ് പരീക്ഷ നടന്നത്. രാജസ്ഥാനിലെ സിക്കറിൽ ഒരു കെമിസ്ട്രി ടീച്ചറായ ശശികാന്ത് സുധർ പരീക്ഷ കഴിഞ്ഞ ദിവസം ഒരു PDF ഫോണുകളിൽ ഫോർവേഡ് ആയി പോകുന്നത് കണ്ടു. കുട്ടികൾ പരസ്പരം എക്സാം സീസണിൽ ഫോർവേഡ് ചെയ്യുന്ന ഗസ്റ്റ് പേപ്പർ ആയിരിക്കും അതെന്നാണ് ആദ്യം അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ ഇരുന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ PDF-ഉം ആക്ച്വൽ നീറ്റ് പേപ്പറും സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കിയാൽ സെയിം ക്വസ്റ്റ്യൻ നമ്പർ, സെയിം സീക്വൻസസ്, സെയിം ഓപ്ഷൻസ് എല്ലാം വളരെ കൃത്യമായി മാച്ച് ചെയ്യുന്നു. എക്സാക്ട് വേർഡിംഗ്, എക്സാക്ട് ഓർഡർ, പെർഫെക്റ്റ് മാച്ച്. പാതിരാത്രി ആയപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. സ്ക്രീൻഷോട്ടുകളും കമ്പാരിസണുകളുമായി NTA-ക്ക് ഇമെയിൽ അയച്ചു. CBI-ക്ക് ഇൻഫർമേഷൻ കൊടുത്തു. 22 ലക്ഷം സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചർ ഒരൊറ്റ PDF-ൽ വിൽക്കപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം സൈലന്റ് ആയി ഇരിക്കാത്തത് കൊണ്ട് മാത്രം NTA പരീക്ഷ മൊത്തം റദ്ദ് ചെയ്തു. CBI അന്വേഷണം തുടങ്ങി. CBI-യുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഇറങ്ങിയത് ഒരു ഞെട്ടിക്കുന്ന നെറ്റ്വർക്കാണ്. NTA-യുടെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്മിറ്റിയിലെ ബയോളജി ലെക്ചററായ മനീഷ മന്ദാർദയാണ് ബോട്ടണിയും സുവോളജിയും ചോദ്യങ്ങൾ ചോദിച്ചത്. PV കുൽക്കർണി ലാത്തൂരിലെ കെമിസ്ട്രി ലെക്ചററാണ്. വർഷങ്ങളായി നീറ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പറേഷനിൽ അംഗമാണ്. ഇയാളാണ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. മനീഷ സഞ്ജയ് വാഗ്മാരെ പൂനെ മിഡിൽമാൻ സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്ത് പണം കളക്ട് ചെയ്ത് മന്ദാർദയ്ക്കും കുൽക്കർണിക്കും റീച്ച് ഉണ്ടാക്കി കൊടുത്ത കണ്ണിയാണ്. അഹമ്മദ് നഗറിലെ ധനഞ്ജയ് ലോക്കാണ്ടയാണ് ചോദ്യങ്ങൾ വാങ്ങി മറ്റ് സ്റ്റുഡൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം എന്തെന്നാൽ ഏപ്രിൽ 27-ന് പരീക്ഷ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ചോദ്യക്കടലാസ് സ്റ്റുഡൻസിന്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട BJP നേതാവും കുടുംബാംഗങ്ങളും റിമാൻഡിലാണ്. ജയ്പൂരിലെ ജാംവാൾ രാംഗഡ് സ്വദേശികളായ ദിനേശ് ബിവാൽ, സഹോദരൻ മങ്കിലാൽ ബിവാൽ, ദിനേശിന്റെ മകൻ വികാസ് ബിവാൽ എന്നിവരാണ് റിമാൻഡിലുള്ളത്. ഇവരിൽ നിന്നാണ് CBI അന്വേഷണം NTA-ക്കകത്തെ കണ്ണികളിലേക്ക് എത്തിയത്. ഈ രാഷ്ട്രീയ ബഹളത്തിൽ നാം മറന്നുപോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. 17ഉം 18ഉം വയസ്സുള്ള കുട്ടികളെ കുറിച്ച്, അവരുടെ മാനസിക അവസ്ഥകളെ കുറിച്ച്. ഞാൻ ആരാണ്, ലൈഫിൽ എനിക്ക് എന്താണ് ആകേണ്ടത്, എന്റെ താല്പര്യങ്ങൾ എന്താണ്, ഇതെല്ലാം കണ്ടറിഞ്ഞും കൊണ്ടറിഞ്ഞും പഠിക്കേണ്ട പ്രായത്തിലാണ് ഇതിനൊന്നും യാതൊരു അവസരമില്ലാതെ 8/10 റൂമുകളിൽ ഫുൾ ടൈം ഒരു ബ്രേക്കോ ഒരു വെക്കേഷനോ ഒന്നുമില്ലാതെ ദിവസവും 16ഉം 17ഉം മണിക്കൂർ ഈ കുട്ടികൾ 2ഉം 3ഉം 4ഉം വർഷങ്ങൾ പഠിക്കുന്നത്. ഈ വർഷത്തേതുപോലെ നീറ്റ് പരീക്ഷ റദ്ദാക്കപ്പെടുമ്പോൾ ഈ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതാണ്. അവർ താണ്ടിയ അത്രയും ദൂരം, ആ കഠിനമായ ദൂരം വീണ്ടും അവർ താണ്ടണം. ഇനി അടുത്ത എക്സാമിൽ ചോദ്യപേപ്പർ എങ്ങനെയാണ്, തങ്ങൾ എഴുതിയതുപോലെ വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റുമോ, ഇതൊന്നും അവർക്ക് അറിയുകയുമില്ല. സോ ദേ ബിക്കം ഡിപ്രസ്ഡ് ആൻഡ് സം സ്റ്റുഡൻസ് കമ്മിറ്റ് സൂയിസൈഡ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ ഒരു പഠനം കണ്ടെത്തിയത് കോച്ചിങ് കേന്ദ്രങ്ങളിലെ ആത്മഹത്യകൾക്ക് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണ്. മാതാപിതാക്കളുടെ സമ്മർദ്ദം, സ്ഥാപനങ്ങളിലെ ഞെരുക്കം, പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡിപ്രഷൻ. 2023-ൽ കോട്ടയിൽ മാത്രം കുറഞ്ഞത് 26 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. 2022-ൽ 15 പേർ. ഒരു പരീക്ഷ ജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് ക്ഷമ ചോദിക്കുന്ന ആത്മഹത്യാ കുറിപ്പുകളാണ് കണ്ടെത്തിയത്. അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്കുന്ന കൗമാരക്കാർ, ഒരു മനുഷ്യനായതിന് ക്ഷമ ചോദിക്കുന്ന കുട്ടികൾ. കോച്ചിങ് വ്യവസായം 40,000 കോടി രൂപ ഉണ്ടാക്കുന്നു. വിദ്യാർത്ഥികൾ സ്വന്തം ജീവൻ അവർക്ക് ബലി കൊടുക്കും. 2024 ജൂലൈയിൽ നീറ്റ് അഴിമതി ഏറ്റവും ശക്തമായ ഘട്ടത്തിൽ അന്ന് തമിഴരുടെ തളപതി മാത്രമായിരുന്ന സിനിമാ നടൻ വിജയ് ഒരു കാര്യം പറഞ്ഞു: നീറ്റ് സംവിധാനം പരിപൂർണമായി നിർത്തലാക്കണം. നീറ്റ് പരീക്ഷ നിർത്തലാക്കി, കേന്ദ്രത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുതലാക്കി, മെഡിക്കൽ പരീക്ഷകൾ ഓരോ സംസ്ഥാനത്തിനും തിരിച്ചു കൊടുക്കണം. അന്ന് ആളുകൾ പറഞ്ഞു ഒരു നടൻ വെറുതെ രാഷ്ട്രീയം കളിക്കുകയാണ്. പക്ഷെ 2026 മെയ്യിൽ അതേ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്
ജോസഫ് വിജയ് എന്ന തളപതി വിജയ്. സോ നീറ്റിനോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ഇനി ഒരു രാഷ്ട്രീയ അഭിപ്രായമായിരിക്കില്ല, ഇനി ഒരു പുതിയ നിയമനിർമ്മാണത്തിനുള്ള ആദ്യ പടിയായിരിക്കാം. തമിഴ്നാടിന്റെ വാദം ഒരിക്കലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറക്കണമെന്നായിരുന്നില്ല. വാദം ഇതാണ്: നീറ്റ് CBSE പാഠ്യക്രമത്തെ ആധാരമാക്കി നിർമ്മിക്കപ്പെട്ടതാണ്. തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള സ്കൂളിൽ നിന്ന് വരുന്ന ഒരു മിടുക്കൻ കുട്ടിക്ക് 9ാം ക്ലാസ് മുതൽ നീറ്റിനായി കോച്ചിങ് എടുത്ത ഡൽഹിയിലെ ഒരു CBSE വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയുമായി ഏറ്റുമുട്ടാനുള്ള കഴിവുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ നീറ്റ് അളക്കുന്നത് കഴിവല്ല, അളക്കുന്നത് ആർക്കാണ് നീറ്റ് വിജയിക്കാനുള്ള അവസരം കിട്ടിയെന്നാണ്, ആർക്കാണ് കോച്ചിങ് ഫീസ് കൊടുക്കാൻ കഴിഞ്ഞതെന്നാണ്, ആർക്കാണ് രാജസ്ഥാനിലെ കോട്ടയ്ക്കും കേരളത്തിലെ കോട്ടയത്തും പോകാൻ കഴിയുന്നതെന്ന്, ആർക്കാണ് ചോദ്യക്കടലാസിന് 60 ലക്ഷം രൂപ വരെ കൊടുക്കാൻ കഴിയുന്നതെന്ന്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, തമിഴ്നാട്ടിൽ വിജയ് ഈ മാറ്റം കൊണ്ടുവരുമോ? അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളും ഈ മാറ്റം കൊണ്ടുവന്ന് മെഡിക്കൽ പരീക്ഷ കൂടുതൽ സുതാര്യമാക്കുമോ? കാരണം ഇന്ത്യക്ക് ധാരാളം മികച്ച പുതിയ ഡോക്ടർമാരെ ആവശ്യമുണ്ട്. പക്ഷെ ഇത്തരമൊരു പരീക്ഷ അത് ഇന്ത്യക്ക് ആവശ്യമുണ്ടോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ആൻഡ് ഈസ് ഡൽഹി ലിസണിങ്? ദാറ്റ് ഈസ് ദ ബിഗർ ക്വസ്റ്റ്യൻ.